എടപ്പള്ളി പുക്കാറ്റുപടി മെയിൻ റോഡിനോട് വളരെ അടുത്തായിട്ട് ഒരു വില്ല പ്രോജക്റ്റിനകത്ത് 2 വീടുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ വില്ല 1 വരുന്നത് 4 സെൻറ്റ് 470 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2160 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ആണെങ്കിൽ, താഴെ വരുന്നത് 4.17 സെൻറ്റിൽ, അതായത് 4 സെൻറ്റ് 170 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2030 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ആണ്. അപ്പോൾ ഇവ രണ്ടും നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വില്ല നമ്പർ 1 ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്ന ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ നമ്മൾ വില്ല 1ൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. വീടിൻ്റെ എലവേഷൻ വന്നിരിക്കുന്നതെല്ലാം ബോക്സ് ഡിസൈനിലാണ്. കൂടാതെ ഇതിൻ്റെ ഗേറ്റ് കൊടുത്തിരിക്കുന്നതെല്ലാം ഫോൾഡിംഗ് ഡിസൈനിലല്ല, നല്ല ക്വാളിറ്റിയുള്ള ഗേറ്റും വന്നിട്ടുണ്ട്. നേരെ കാർ പാർക്കിംഗ് സ്പേസിലേക്ക് വരാം. ഇവിടെയായിട്ട് നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്, മുഖദർശനം വരുന്നത് നോർത്തിലേക്കുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തും കൂടിയാണ്. ഇവിടെയായിട്ട് നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് കിച്ചനും വന്നിട്ടുണ്ട്. നമ്മളിനി നേരെ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. വീടിനകത്തേക്ക് വരികയാണ്. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നേരെ അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് കൊടുത്തിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. ഫ്രണ്ട് ഡോറെല്ലാം പാനൽ ചെയ്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ TV യൂണിറ്റിൻ്റെ സ്പേസാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം LED ലൈറ്റിനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള PVC ലാമിനേഷനാണ്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ്. ഇത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ വിൻഡോസ് എല്ലാം UPVCയിൽ, അതും സ്ട്രോങ് ആയിട്ട് ഗ്രില്ലോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഫാൾ സീലിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് ഗ്രൂ ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്ക്വയർ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഡൈനിങ്ങിലേക്ക് വരുന്നൊരു സെപ്പറേഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം മൈക്ക ലാമിനേഷനാണ് കൊടുത്തുള്ളത്. നമ്മളിനി ഡൈനിങ്ങിലേക്ക് വരികയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു കോർട്ട്യാർഡോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അപ്പുറത്തേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതെല്ലാം UPVC ടഫൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിലേക്ക് വരാം. ഇങ്ങനെ ഒതുങ്ങി മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തുള്ളത്. സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ കിട്ടി. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിന് കീഴായിട്ടാണ് ഇവിടെ DB യൂണിറ്റ് വന്നുള്ളത്. 3 ഫേസ് ലൈനും കാര്യങ്ങളാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. ഒരു U ടൈപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. അപ്പം കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോപ്പൊക്കെ വെക്കാവുന്നതാണ്. വശങ്ങളിലെ ടൈലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ വരുന്നുണ്ട്. പവർ പോയിന്റുകളെല്ലാം ധാരാളം കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കോർണറിലായിട്ടാണ് ഇതിന് സിങ്ക് വന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഒരു വുഡിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫെറോ ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. ടീക്കൂഡ് ഫിനിഷിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. നേരെ സെക്കൻഡ് ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ട് ഒരു സിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഭാഗം നമുക്ക് സിങ്കിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ടാപ്പ് വന്നിട്ടുണ്ട്. വശങ്ങളെല്ലാം ആ ടൈൽ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുക്കാം. അതായത് വാട്ടർ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്, പവർ ലൈൻ വന്നിട്ടുണ്ട്, വേസ്റ്റ് ലൈനും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഔട്ട് സൈഡിലേക്ക് വരികയാണ്. ഇത് ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ആണ്. അപ്പം ഈ ഭാഗം ഭംഗിയായിട്ട് കവർ ചെയ്ത് നല്ലൊരു കോട്ടിയാടൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴെ ഇതിന് 2 ബെഡ്റൂമുകളാണുള്ളത്.
അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഈ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഈ ഭാഗം നോർത്ത് സൈഡാണ്. സിംഗിൾ പാളി ജനലുകളാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. അവിടെയും സിംഗിൾ പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 11 അടി നീളവും 10 അടി വീതിയുമാണ്. നേരെ ബെഡ്റൂമിൽ നിന്നും ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. സെറയുടെ ഒരു പെഡസ്റ്റൽ ടൈപ്പിലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. അതും സെറ തന്നെയാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് ഡയറക്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഷവർ ഏരിയ വന്നിരിക്കുന്ന ഭാഗത്ത് കളറിനൊരു പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടൈലിന് ഫുള്ള് മാറ്റ് ടൈൽ തന്നെയാണ്. ഇനി ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈബർ ഡോർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ധാരാളം പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയിലുമാണ്. നല്ല കബോർഡ് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. അതിലേക്ക് കയറുന്ന സ്റ്റെയറിൻ്റെ ഡിസൈൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ ടീക്കൂഡാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഹാൻഡിലുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് മേലേക്ക് കയറാം. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് ഇൻവെർട്ടറിനുള്ളൊരു ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കയറാനായിട്ടും എളുപ്പമുണ്ട്. അതായത് സ്റ്റെപ്പിൻ്റെ സൈസ് ചെറുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കയറാൻ ഭയങ്കര എളുപ്പമാണ്. ബീഡിങ് എല്ലാം കൊടുത്തിരിക്കുന്നത് ടീക്കൂഡിൽ തന്നെയാണ്. അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട്. ഈ അപ്പർ ലിവിങ് സ്പേസിൽ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയ കബോർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഭംഗിയായിട്ട് ഫാൾസ് സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമാണ്. 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വിൻഡോസാണ് സൗത്ത് സൈഡിൽ വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ കബോർഡ് വന്നുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, അങ്ങനെ ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ്, മിക്സർ ടാപ്പാണ് വന്നുള്ളത്. അതും സിറയുടെ തന്നെ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈലിന് കളർ പാറ്റേൺ മാറ്റമുണ്ട്. മാറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളതും. സെയിം ഡോർ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. അകത്തെ ഡോറുകളെല്ലാം തന്നെ ഫെറോ ഡോറുകളാണ്. അതും ടീക്കൂഡ് ഫിനിഷിലാണ് വന്നുള്ളത്. നമ്മളിപ്പം ഇതിൻ്റെ ബെഡ്റൂമിലാണ്. ഇത് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഏകദേശം ഒരു 16 അടിയോളം നീളവും 11 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാസികമാർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിലുള്ളൊരു ഇങ്ങനെ പുറത്തേക്ക് തുറന്ന് നിൽക്കാവുന്ന രീതിയിൽ, അതായത് ഒരു ബാൽക്കണിയോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തുള്ളത്. ഫ്രണ്ടിൽ ഹാൻഡിലും ടഫ് ആൻഡ് ഗ്ലാസും ഒക്കെയാണ് വന്നുള്ളത്. നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ കളർ പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ വന്നിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. അതും വെർട്ട് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസും കൂടി ഉണ്ട്. ഇങ്ങനെ ഇതൊരു ചെറിയൊരു ബാൽക്കണിയും കൂടിയാണ്. ഇവിടെ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീഡിങ് സ്പേസ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ബെഡ്റൂമിനോടനുബന്ധിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനെ ഭംഗിയാക്കുന്നത് ഈ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൂടിയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റിയിലാണ്. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇത് ഷീറ്റ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പം അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ലാഡറാണ്. അത് 2 വശം ഹാൻഡിലോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഈ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പവർ പോയിൻ്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. അപ്പം നമുക്ക് അലക്കി വിരിച്ചിടാൻ ഈ ഭാഗം തന്നെ ധാരാളമാണ്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ബാൽക്കണിയിലേക്ക് പോകാം.
ഇങ്ങനെ ഒരു ബാൽക്കണി കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫുള്ളി കവേർഡാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന വർക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ സ്പേസും നമുക്ക് യൂസ്ഫുള്ളാണ്. നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണിയും കിട്ടി. മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. എടപ്പള്ളിക്കും കാക്കനാടിനും വളരെ അടുത്തുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. രണ്ടിലും വെൽ വാട്ടർ വരുന്നുണ്ട്. കൂടാതെ KW വാട്ടറിനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ്. ഇത് രണ്ടിനും ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വില്ല 1 വരുന്നത് 98 ലക്ഷം രൂപയാണ്. വില്ല 2 വരുന്നത് 97 ലക്ഷം രൂപയാണ്. ഇതെല്ലാം ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ഇത് സൈറ്റ് വിസിറ്റ് ചെയ്യാനും ഇതിൻ്റെ ലോൺ വർക്കിനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രോജക്റ്റും നമ്മുടെ പക്കലുണ്ട്. ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.